അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാം തവണ അധികാരമേറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ട്രംപ് പറഞ്ഞത്, ആദ്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമായിരുന്നില്ല എന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് അധികാരമേറ്റെടുത്തതിന് ശേഷം 10ാമത്തെ മാസമാണ്. യുദ്ധം അതിശക്തമായി തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തുകയും പുടിനുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും യുദ്ധം തുടരുകയാണ്. എന്തുകൊണ്ടാണ് യുദ്ധം തുടരുന്നത്? യുദ്ധം തുടരുന്നതിൻ്റെ കാര്യം, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യ മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് യോജിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും സെലൻസ്കിയും ഉക്രൈൻ്റെ നേതാവും എതിരു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. എന്ന് മാത്രമല്ല, അമേരിക്കയിലെ ഭരണകൂടത്തിൻ്റെ ഒരു വിഭാഗവും ഈ യുദ്ധം അങ്ങനെ റഷ്യ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്കാണ് എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും അവസാനം സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം സെലൻസ്കിയോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾ റഷ്യ പിടിച്ച സ്ഥലങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോകണമെന്നാണ്. അതോടൊപ്പം ടൊമഹോക്ക് മിസൈൽസ്, ദീർഘദൂര മിസൈലുകൾ എന്നറിയപ്പെടുന്ന അത്തരം മിസൈലുകൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും യുക്രൈൻ ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാൻ തയ്യാറല്ല എന്നും പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ള ആളല്ല ട്രംപെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിശക്തമായ സമ്മർദ്ദം മൂലമാണ് യുദ്ധം അവസാനിപ്പിക്കാത്തത്. ഈ റഷ്യ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അതായത് റഷ്യ അന്ന് തൊട്ട് ഇന്ന് വരെ പറയുന്ന കാര്യം ഒന്നെന്ന് പറയുന്നത്, ഒരു കാരണവശാലും യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗമാകാൻ പാടില്ല എന്ന് നിഷ്പക്ഷമായ നിലപാടിലേക്ക് യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം വരണം. ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ട്രംപ് ഈ സമാധാന ശ്രമങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനല്ല, എങ്ങനെയൊക്കെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാമോ അങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പോൾ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏതാണ്ട് 20% കീഴടക്കി കഴിഞ്ഞു റഷ്യ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യ ഒരു ആണവ രാജ്യമാണ് എന്നുള്ളത് ഈ മറന്നുകൊണ്ടാണ് വാസ്തവത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 10,000-കണക്കിന് ആളുകൾ രണ്ട് ഭാഗത്തും മരണപ്പെട്ട് കഴിഞ്ഞു. സാമ്പത്തികമായി ഈ രണ്ട് രാജ്യങ്ങളും വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പുതിയ ഉപരോധങ്ങൾ റഷ്യക്കെതിരായി ഏർപ്പെടുത്തിയിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്കും ഒരു ലുക്കോയിൽ എന്ന് പറയുന്ന റഷ്യൻ കമ്പനിക്കുമാണ്. ഏതാണ്ട് 50%-ഓളം റഷ്യൻ എണ്ണ ലോകത്തൊട്ടാകെ വ്യാപാരം നടത്തുന്ന രണ്ട് കമ്പനികളാണവ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഉപരോധത്തിന്റെ ഫലമായിട്ട് എണ്ണ വ്യാപാരം റഷ്യയുമായി നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ എണ്ണ വില വമ്പിച്ച രീതിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, റഷ്യയുടെ പ്രസിഡന്റ് ഡിസംബർ മാസം ഇന്ത്യയിൽ വരാനിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നിന്നും കുറവ് വരുത്തിയാൽ അത് റഷ്യ ഇന്ത്യ ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അമേരിക്കയുമായി ഇന്ത്യക്ക് വ്യാപാര കരാർ ഒപ്പിടണമെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഒഴിവാക്കിയേ കഴിയൂ എന്ന് പറയുന്ന ശാഠ്യം അദ്ദേഹം പിടിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ട്രംപ് ചൈനയിലോട്ട് വരുന്നത്. അപ്പോൾ ചൈനയിലോട്ട് അദ്ദേഹം ചില ആളുകൾ പറയുന്നുണ്ട്, ചൈനയിൽ ഷീ ജിൻപിങ്ങുമായി ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ട് ഒരുപക്ഷെ റഷ്യയെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിൽ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ചൈനയ്ക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് റഷ്യയെ ഇക്കാര്യത്തിൽ നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല. ചൈന നിരവധി സഹായങ്ങൾ റഷ്യക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ വാസ്തവത്തിൽ ചൈന ഒരു പരിധിക്കപ്പുറത്തേക്ക് മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യം, ഈ പറഞ്ഞ തരത്തിലുള്ള സംഘർഷം തുടരാൻ തന്നെയാണ് സാധ്യത. ട്രംപ് വളരെ ഗൗരവമായി യുക്രൈൻ ഭരണാധികാരികളെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണാധികാരികളെയും സ്വാധീനിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായും യുദ്ധം തുടരും. യുദ്ധം തുടരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് യുക്രൈന് തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അക്കൂട്ടത്തിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിലും
ബുദ്ധിമുട്ടുണ്ടാകും. അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഈ നമുക്കറിയാം ഇപ്പോൾ തണുപ്പ് കാലം വരികയാണ്. ഈ തണുപ്പ് കാലം വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ റഷ്യയുടെ ഈ എണ്ണ കമ്പനികൾക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തിയതിലൂടെ എണ്ണവില വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ തണുപ്പ് ഉള്ള രാജ്യങ്ങൾ, തണുപ്പ് അനുഭവിക്കുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അക്കാലത്ത് ഇന്ധനത്തിന്റെ ഉപഭോഗം കൂടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഇന്ധനത്തിന്റെ ഉപഭോഗം കൂടിക്കഴിഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങളെയാണ് അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ റഷ്യയുടെ എണ്ണയ്ക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഒരു തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ നിലപാട് കൂടിയിട്ടാണ്. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം, ഈ പറഞ്ഞ നീക്കങ്ങളിലൂടെ ഒന്നും ഈ ഗൗരവമായ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ ഉക്രൈൻ റഷ്യ ആക്രമണം അവസാനിക്കാനുള്ള സാധ്യതയില്ല.